ISL പകുതി ആയപ്പോഴേക്കും നമ്മുടെ ഏറ്റവും വേസ്റ്റ് ക്യാമ്പയിൻ ആയിരിക്കും ഇതെന്നാണ് വിചാരിച്ചത്. പക്ഷേ പിന്നെ നമ്മൾ കണ്ടത് ISLലെ ഏറ്റവും വലിയ ടേൺ അറൗണ്ട് ആയിരുന്നു. എന്തായാലും സീസൺ അവസാനിച്ചു. നോർമലി ക്ലബ്ബ് ഇപ്പോൾ അടുത്ത സീസണിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്തേണ്ടതാണ്. പ്രത്യേകിച്ച് കരാർ പുതുക്കലും പുതിയ സൈനിങ്ങുകളും ഒക്കെ നടത്തേണ്ട സമയമാണിത്. ജൂലൈയിലാണ് അടുത്ത സീസൺ ഡൂറൻ കപ്പ് വിൻഡോ കൊടുത്തിട്ടുള്ളത്. പക്ഷേ അടുത്ത ISL സീസണുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രതിസന്ധികൾ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ക്ലബ്ബുകൾക്ക് പ്രത്യേകിച്ചൊന്നും ഈ സമയത്ത് ചെയ്യാനാവുന്നില്ല. ലീഗിൽ നിന്നും ഏകദേശം 148ഓളം താരങ്ങളാണ് മെയ് 31-ന് ഫ്രീ ഏജൻസ് ആവാൻ പോകുന്നത്. നമ്മുടെ ബ്ലാസ്റ്റേഴ്സിൽ നിന്നും വിദേശ താരങ്ങൾ ഉൾപ്പെടെ കുറഞ്ഞത് 17 താരങ്ങൾ ഔട്ട് ഓഫ് കോൺട്രാക്ട് ആകുന്നുണ്ട്. ഇവരിൽ പെർഫോം ചെയ്ത പലരെയും നിലനിർത്താനായിട്ട് ഫാൻസ് പറയുന്നുണ്ടെങ്കിലും ക്ലബിനോ താരങ്ങൾക്കോ അക്കാര്യത്തിൽ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. സീസൺ കഴിഞ്ഞതോടെ ഫെയർവെൽ പറഞ്ഞ താരങ്ങളിൽ ഭൂരിഭാഗം പേരും ഫ്യൂച്ചർ എന്താണെന്ന് തങ്ങൾക്ക് അറിയില്ല എന്ന കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷേ അടുത്ത ISL ക്യാമ്പയിന്റെ കാര്യത്തിൽ ക്ലബ്ബുകൾക്ക് വ്യക്തമായ ക്ലാരിറ്റി ലഭിച്ചതിന് ശേഷം മാത്രമേ കോൺട്രാക്ട് എക്സ്റ്റൻഷൻ, പുതിയ റിക്രൂട്ട്മെന്റ്സ് അത്തരം കാര്യങ്ങളിലേക്ക് ക്ലബ്ബുകൾ കടക്കുകയുള്ളൂ എന്ന നിലപാടാണ് ബ്ലാസ്റ്റേഴ്സ് ഉൾപ്പെടെയുള്ള ക്ലബ്ബുകൾ എടുത്തിട്ടുള്ളത്.